അപ്പം ക്ലാസ് 3 നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഇക്വാളിറ്റി ഓഫ് മെട്രിസസ് ആണ്. ഓക്കെ, അപ്പൊ എന്താണ് ഇക്വാളിറ്റി ഓഫ് മെട്രിസസ്? എപ്പോഴാണ് രണ്ട് മെട്രിസസ് ഈക്വൽ ആകുന്നത്? രണ്ട് മെട്രിസസ് ഈക്വൽ ആണെന്നുണ്ടെങ്കിൽ മസ്റ്റായിട്ടും വേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ രണ്ടിൻ്റെയും ഓർഡറുകൾ സെയിം ആകണം. ഓക്കെ, ഈ മെട്രിക്സിന്റെ ഓർഡർ 2x2, ഈ മെട്രിക്സിന്റെ ഓർഡർ 2x2, ആ രണ്ട് മെട്രിക്സിന്റെയും ഓർഡറുകൾ സെയിം ആയിരിക്കണം. അതാണ് മെട്രിക്സ് ഈക്വൽ ആകാനുള്ള ഫസ്റ്റ് കണ്ടീഷൻ. രണ്ടാമത്തെ കണ്ടീഷൻ എന്താണെന്ന് വെച്ചാൽ അതിലെ എലമെന്റ്സ് ഓരോന്നും അടുത്തതിനോട് ഈക്വൽ ആവണം. എന്ന് പറഞ്ഞാൽ ഇതിലെ ഫസ്റ്റ് എലമെന്റും ഇതിലെ ഫസ്റ്റ് എലമെന്റും ഈക്വൽ ആയിരിക്കണം, ഇതിലെ സെക്കൻഡ് എലമെന്റും ഇതിലെ സെക്കൻഡ് എലമെന്റും ഈക്വൽ ആയിരിക്കണം, ഇതിലെ തേർഡ് എലമെന്റും ഈക്വൽ ആയിരിക്കണം, ഫോർത്തും ഈക്വൽ ആയിരിക്കണം. വളരെ കറക്റ്റ് ആയിട്ട് ഈക്വൽ ആണ്. അപ്പോഴാണെങ്കിൽ മാത്രമാണ് നമുക്ക് പറയാൻ പറ്റുന്നത് ഈ രണ്ട് മെട്രിക്സസും ഈക്വൽ ആണെന്ന്. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ ഒന്ന് നോക്കിയേ. 2 1 -1 1 2 -1 3 ഈ രണ്ട് മെട്രിക്സ് ഈക്വൽ ആണോ? നോ, ദേ ആർ നോട്ട് ഈക്വൽ. എന്താണ് കാരണം? നമുക്കറിയാം ഇതിലെ എലമെന്റ്സ് മെട്രിക്സിന്റെ ഓർഡറുകൾ രണ്ടും സെയിം ആണ്. ഇത് രണ്ടും എന്താണ്? 2x2 മെട്രിക്സ് ആണ്. പക്ഷേ എന്താണ് പ്രശ്നം? ഇതിലെ എലമെന്റ്സ് ആർ നോട്ട് സെയിം. എലമെന്റ്സ് സെയിം അല്ല. ഏതൊക്കെ എലമെന്റ്സാ സെയിം അല്ലാതെ? ഇവിടുത്തെ 1ഉം ഇവിടുത്തെ 3യും സെയിം അല്ല. ഓക്കെ, അടുത്ത സെക്ഷനിലേക്ക് പോകാം. ഈ രണ്ട് മെട്രിക്സസ് ഈക്വൽ ആണോ? അല്ല. കാരണം ഈ മെട്രിക്സിന്റെ ഓർഡർ എന്താണ്? ഇത് 2x2ഉം ഇത് 1 2 3 3x2 ആണ് അല്ലെ? അപ്പൊ ഈ രണ്ട് മെട്രിക്സസിന്റെ ഓർഡറുകൾ സെയിം അല്ല. അതുകൊണ്ട് നമുക്ക് പറയാം ദേ ആർ നോട്ട് ഈക്വൽ എന്ന് പറയാൻ പറ്റും. ഓക്കെ, അപ്പോൾ കൺക്ലൂഡ് ചെയ്യാൻ വേണ്ടി നമുക്ക് പറയാം hence two matrices are equal if and only if their orders are same. അല്ലെങ്കിൽ രണ്ടാമത്തെ മീൻസ് കൂടാതെ രണ്ടാമത്തെ കാര്യം എന്താണ്? ഈച്ച് ഓഫ് ദി എലമെന്റ്സ് ആർ ഈക്വൽ. എല്ലാ എലമെന്റ്സും കറസ്പോണ്ടിങ് ആയിട്ട് ഈക്വൽ ആയിരിക്കണം. ഓക്കെ, എന്ന് പറഞ്ഞാൽ എന്താവില്ല? ഇപ്പൊ ഈ ഒരു മെട്രിക്സ് 2 1 4 5, വേറൊരു മെട്രിക്സ് 1 2 4 5. ഈ രണ്ട് മെട്രിക്സുകൾ ഈക്വൽ ആണോ? എല്ലാത്തിലും 1ഉം 2ഉം 4ഉം 5ഉം ഉണ്ട്. പക്ഷെ ഈക്വൽ ആവോ? ഈക്വൽ ആകത്തില്ല. കാരണം കറസ്പോണ്ടിങ് ആയിട്ടുള്ള എലമെന്റ്സ് ഈക്വൽ ആകണം. ഓക്കെ, ശരി. അടുത്ത സെഗ്മെന്റ് അഡീഷൻ ഓഫ് മെട്രിക്സ്. രണ്ട് മെട്രിക്സസ് ആഡ് ചെയ്യാനായിട്ട് മസ്റ്റ് ആയിട്ടും വേണ്ട ഒരേ ഒരു കണ്ടീഷൻ അതിന്റെ ഓർഡറുകൾ സെയിം ആയിരിക്കണം എന്നുള്ളത് മാത്രമാണ്. ഫസ്റ്റ് മെട്രിക്സിന്റെയും ഓർഡർ സെയിം ആയിരിക്കണം, സെക്കൻഡ് മെട്രിക്സിന്റെയും ഓർഡർ സെയിം ആയിരിക്കണം. ഇവിടെ നോക്കിയേ, ഫസ്റ്റ് മെട്രിക്സിന്റെ ഓർഡർ 2x2, സെക്കൻഡ് മെട്രിക്സിന്റെ ഓർഡർ 2x2. അങ്ങനെയാണ് ആഡ് ചെയ്ത് കിട്ടുന്ന മെട്രിക്സിന്റെ ഓർഡറും 2x2 ആയിരിക്കും. ആഡ് ചെയ്യുമ്പോൾ എങ്ങനെ വരും? 1 + 2 നമുക്ക് എന്ത് കിട്ടും? 3 കിട്ടും. 2 + 1 നമുക്ക് എന്ത് കിട്ടും? 3 കിട്ടും. 3 + -1 നമുക്ക് എന്ത് കിട്ടും? 2 കിട്ടും. 4 + 3 നമുക്ക് എന്ത് കിട്ടും? 7 കിട്ടും. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ പെട്ടെന്ന് തന്നെ സോൾവ് ചെയ്തേക്കാം. 1ഉം 1ഉം 2 2 എനിക്ക് പെട്ടെന്ന് തന്നെ ഓർഡർ സെയിം ആണെന്ന് മനസ്സിലായി. ഇതിന്റെ ഓർഡർ എത്രയാണ്? 2x3 ആണ്. ഇതിന്റെ ഓർഡർ 2x3. അപ്പം കണ്ടീഷൻ പോസിബിൾ ആണ്. 2 1 2 5 6. ഓക്കെ, എന്തെങ്കിലും തെറ്റുണ്ടെങ്കിൽ ഇത് ചെയ്താണ്, ഞാൻ പെട്ടെന്ന് എഴുതുന്നതാണേ. ശരി, അടുത്ത മെട്രിക്സ് നോക്കിയേ. രണ്ട് മെട്രിക്സ് ആഡ് ചെയ്യാൻ തന്നേക്കുക. ഇതിന്റെ മെട്രിക്സിന്റെ ഓർഡർ 3x2, ഇതിന്റെ മെട്രിക്സിന്റെ ഓർഡർ 3x2. ആഡ് ചെയ്യാൻ പറ്റും. നമുക്കൊന്ന് എഴുതാം. 4 + 1 5, 3 + x അതങ്ങനെ ഇടാനേ പറ്റത്തുള്ളൂ. 2 + -1 1, √5 + 4നെ 4 + √5 അല്ലെങ്കിൽ √5 + 4 എന്ന് എഴുതാം. sin x + cos x നെ എങ്ങനെ എഴുതാൻ പറ്റും? അങ്ങനെ തന്നെ എഴുതാനേ പറ്റത്തുള്ളൂ. കാരണം വേറെ രീതിയിൽ എഴുതാൻ പറ്റത്തില്ല, മിക്സ് ചെയ്യാൻ പറ്റത്തില്ല. log x-ഉം log x-ഉം 2x അങ്ങനെ എഴുതാൻ പറ്റും. log x + 2x. ഓക്കെ, അതും കുഴപ്പമില്ല. അടുത്തത് സബ്ട്രാക്ഷൻ ഓഫ് മെട്രിക്സ്. അപ്പം സബ്ട്രാക്ഷൻ ഓഫ് മെട്രിസസ് ഇതേപോലെ തന്നെയാണ്. അതിന്റെ രണ്ടിന്റെ ഓർഡർ സെയിം ആണെന്ന് മാത്രമേ ഉള്ളൂ. ഇവിടെ നിങ്ങൾക്ക് ഈ 3 എക്സാമ്പിൾസും ഇവിടെ ചെയ്ത് നോക്കാം. സബ്ട്രാക്ഷന്റെ സെയിം രീതിയിൽ തന്നെയാണ് ചെയ്യേണ്ടത്. മൾട്ടിപ്ലിക്കേഷൻ ഓഫ് മെട്രിസസിലെ ഗോൾഡൻ റൂൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എപ്പോഴും നമുക്ക് രണ്ട് മെട്രിസസിനെ മൾട്ടിപ്ലൈ ചെയ്യുമ്പം അതിൽ മസ്റ്റായിട്ട് വേണ്ട കാര്യം നമ്പർ ഓഫ് കോളംസ് ഓഫ് ദി ഫസ്റ്റ് മെട്രിക്സ് ഈസ് ഈക്വൽ ടു ദി നമ്പർ ഓഫ് റോസ് ഓഫ് ദി സെക്കൻഡ് മെട്രിക്സ് എന്നുള്ളതാണ്. ഇവിടെ പറയുന്ന കാര്യം ഇത്രയേ ഉള്ളൂ. ഈ മെട്രിക്സിന്റെ ഓർഡർ 2x2, ഈ മെട്രിക്സിന്റെ ഓർഡർ 2x2. നമ്പർ ഓഫ് കോളംസ്
നമ്പർ ഓഫ് കോളംസ് ഓഫ് ദി ഫസ്റ്റ് മെട്രിക്സ് ഈസ് ഈക്വൽ ടു ദി നമ്പർ ഓഫ് റോസ് ഓഫ് ദി സെക്കൻഡ് മെട്രിക്സ്. എന്ന് പറഞ്ഞാൽ നമ്പർ ഓഫ് കോളംസ്, ഇതാ നമ്പർ ഓഫ് കോളംസ് ഓഫ് ദി ഫസ്റ്റ് മെട്രിക്സ് ഈസ് ഈക്വൽ ടു നമ്പർ ഓഫ് റോസ് ഓഫ് ദി ഫസ്റ്റ് മെട്രിക്സ് സെക്കൻഡ് മെട്രിക്സ്. സെക്കൻഡ് മെട്രിക്സിന്റെ നമ്പർ ഓഫ് റോസ്. കണ്ടോ, ഇത് രണ്ട് ഈക്വൽ ആണെങ്കിൽ മാത്രമേ ഉള്ളൂ രണ്ട് മെട്രിക്സിനെ മൾട്ടിപ്ലൈ ചെയ്യാൻ പറ്റത്തുള്ളൂ. ഓക്കെ, മനസ്സിലായി? ഈ മെട്രിക്സിന്റെ ഓർഡർ 2x2, ബി മെട്രിക്സിന്റെ ഓർഡർ 2x2. അതിന്റെ നമ്പർ ഓഫ് കോളംസും നമ്പർ ഓഫ് റോസും ഈക്വൽ ആണ്. കിട്ടാൻ പോകുന്ന മെട്രിക്സിന്റെ ഓർഡർ എന്തായിരിക്കും? എ ബിയുടെ ഓർഡർ 2x2 ആയിരിക്കും. ഓക്കെ, ഇതുപോലെ തന്നെ ഇവിടെ എ എന്ന് പറഞ്ഞ മെട്രിക്സിന്റെ ഓർഡർ തന്നിട്ടുണ്ട്, ബി എന്ന് പറഞ്ഞ മെട്രിക്സിന്റെ ഓർഡർ തന്നിട്ടുണ്ട്. ഇത് മൾട്ടിപ്ലൈ ചെയ്യാൻ പറ്റുമോ? തീർച്ചയായും പറ്റും. അതിന്റെ നമ്പർ ഓഫ് കോളംസും നമ്പർ ഓഫ് റോസും എന്ന് പറഞ്ഞാൽ ഇങ്ങനെയും ഓർക്കാം. എയും ബിയും രണ്ട് മെട്രിക്സ് തന്നിട്ടുണ്ട്, അതിന്റെ ഓർഡർ തന്നിട്ടുണ്ടെങ്കിൽ ഇതിലെ രണ്ടാമത്തെ എലമെന്റും ഇതിലെ ഒന്നാമത്തെ എലമെന്റും, രണ്ടാമത്തെ മെട്രിക്സിന്റെ ഒന്നാമത്തെ എലമെന്റും ഈക്വൽ ആയിരിക്കണം. ഓക്കെ, എലമെന്റ് അല്ല, ഞാൻ ആ ഓർഡറിന്റെ ഒന്നാമത്തെ എലമെന്റും രണ്ടാമത്തെ ഉദ്ദേശം കേട്ടോ. അപ്പം എ ബി എന്ന് പറഞ്ഞ മെട്രിക്സിന്റെ ഓർഡർ എന്തായിരിക്കും? ആ ശിഷ്ടമുള്ള ബാക്കിയുള്ളത് എയുടെ ഫസ്റ്റ് 1 3, ബിയുടെ ലാസ്റ്റ് 1 7. അതിന്റെ ഓർഡർ എന്തായിരിക്കും? 3x7 ആയിരിക്കും. രണ്ട് എക്സാമ്പിളോട് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ക്ലിയർ ആവും. എ ബി രണ്ട് മെട്രിക്സ് എന്നത് അത് മൾട്ടിപ്ലൈ ചെയ്യാൻ പറ്റും. ഇതിന്റെ നമ്പർ ഓഫ് കോളംസ് 3 3 3. ഓക്കെ, കമ്മ്യൂട്ട് ചെയ്തു. ബാക്കി കിട്ടാൻ പോകുന്ന എ ബി എന്ന് പറഞ്ഞ മെട്രിക്സിന്റെ ഓർഡർ എന്തായിരിക്കും? 4x3 ആയിരിക്കും. എങ്ങനെ വന്നു? ഇവിടെ 4 ഉണ്ട്, ഇവിടെ 3 ഉണ്ട്. 4x3. അടുത്ത നോക്കിയേ, 4x1ഉം 1x2 മെട്രിക്സും. ഇവിടെ 1, ഇവിടെ 1, രണ്ടും കൂടെ കമ്മ്യൂട്ട് ചെയ്തു. ബാക്കി കിട്ടാൻ പോകുന്ന മെട്രിക്സിന്റെ ഓർഡർ 4x2. ഓക്കെ, കാര്യം മനസ്സിലായി എന്ന് ഞാൻ വിചാരിക്കുന്നു. നമുക്ക് നേരെ മൾട്ടിപ്ലിക്കേഷൻ ഓഫ് മെട്രിക്സിന്റെ രീതിയിലേക്ക് പോകാം. ഇങ്ങനെയാണ് മൾട്ടിപ്ലിക്കേഷൻ ഓഫ് മെട്രിക്സസ് ചെയ്യുന്നത്. ഓക്കെ, നോക്കിയേ, രണ്ട് മെട്രിക്സ് തന്നിട്ടുണ്ട്, എയും ബിയും. ഓക്കെ, എയും ബിയും തന്നിരിക്കുന്നത് എങ്ങനെ മൾട്ടിപ്ലൈ ചെയ്യാൻ പറ്റും? ഇത്ര സിമ്പിൾ ആയിട്ടുള്ള കാര്യമില്ല. നേരെ ഒറ്റ കാര്യം മാത്രമാണ്. എയുടെ മെട്രിക്സിന്റെ ഓർഡർ 2x2 ആണ്, ബിയുടെ മെട്രിക്സിന്റെ ഓർഡർ 2x2 ആണ്. അപ്പൊ അത് രണ്ടും കമ്മ്യൂട്ട് ചെയ്തിട്ടുണ്ട്. അപ്പൊ ഈ രണ്ട് മെട്രിക്സിനെ മൾട്ടിപ്ലൈ ചെയ്യാൻ പറ്റും. ഓക്കെ, അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഇതിനെ എങ്ങനെ ചെയ്യാൻ പറ്റും? ആദ്യമേ ചെയ്യേണ്ടത് ഇത്രയേ ഉള്ളൂ. ശ്രദ്ധിച്ചു നോക്കിക്കോ. ഫസ്റ്റ് മെട്രിക്സിന്റെ റോസിനെ ലെഫ്റ്റ് സൈഡിൽ എഴുതുക. 1ഉം 2ഉം ഇവിടെ എഴുതുക. ഇങ്ങനെ എഴുതുക. 4ഉം 7ഉം ഇങ്ങനെ എഴുതുക. എന്നിട്ട് നേരെ ഒരു മെട്രിക്സ് വരയ്ക്കുക. ശേഷം മുകളിൽ എഴുതേണ്ടത് എന്താണെന്നറിയാവോ? സെക്കൻഡ് മെട്രിക്സിന്റെ കോളംസ്. ഫസ്റ്റ് കോളം എന്താ? 4 1. ആ 4 1നെ അതെ ഇങ്ങനെ എഴുതുക ഇവിടെ. അടുത്തത് -1 2. ആ -1 2നെ ഇങ്ങനെ എഴുതുക. ഓക്കെ, ഇനി മൾട്ടിപ്ലിക്കേഷൻ ചെയ്താൽ മാത്രം മതി. സൂക്ഷിച്ച് നോക്കിക്കോളൂ. മൾട്ടിപ്ലിക്കേഷൻ ചെയ്യാൻ പോവാണ്. 1 × 4 1 × 4 പ്ലസ് 1 × 2 1 × 2. ഓക്കെ, അടുത്തത് അടുത്തത് 1 × -1 ചെയ്യണം. 1 × -1 -1 പ്ലസ് 2 × 2 ചെയ്യണം. 2 × 2 എന്ത് വരും? 4. അടുത്തത് 4 × 4 പ്ലസ് 4 × 4 പ്ലസ് 7 × 1 പ്ലസ് 7 × 1. ഓക്കെ, അടുത്തത് 4 × -1 4 × -1 പ്ലസ് 7 × 2 7 × 2. ഇതൊന്ന് കമ്പ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ ആൻസർ ആയി. നോക്കിക്കോ, ഇവിടെ എന്ത് വരും? 4 + 2 6 വരും. ഇവിടെ എന്ത് വരും? -1 + 4 3 വരും. ഇവിടെ എന്ത് വരും? 16 + 7 23 വരും. ഇവിടെ എന്ത് വരും? -4 + 14 = 10. നിങ്ങളുടെ ആൻസർ ആയി. ഓക്കെ, ഫസ്റ്റ് ക്വസ്റ്റ്യൻ ചെയ്തപ്പോൾ ചെറിയ കൺഫ്യൂഷൻസ് ഒക്കെ കാണുമായിരിക്കും. അങ്ങനെയാണെങ്കിൽ നമുക്ക് സെക്കൻഡ് ക്വസ്റ്റ്യൻ ഒന്ന് നോക്കാം. ഇത്രയേ ഉള്ളൂ. ഫസ്റ്റ് മെട്രിക്സും സെക്കൻഡ് എ ബി ആണ് കണ്ടുപിടിക്കേണ്ടത്. എ മെട്രിക്സിന്റെ ഓർഡർ എത്രയാണ്? ഈ മെട്രിക്സിന്റെ ഓർഡർ 2x3 ആണ്. ഈ മെട്രിക്സിന്റെ ഓർഡർ 3x2 ആണ്. ഈ മെട്രിക്സിന്റെ ഓർഡർ 2x3, ബി മെട്രിക്സിന്റെ ഓർഡർ 3x2. രണ്ടും കൂടെ കമ്മ്യൂട്ട് ചെയ്തു. കിട്ടാൻ പോകുന്ന മെട്രിക്സിന്റെ ഓർഡർ 2x2 ആയിരിക്കും. ഓക്കെ, ശരി, അവിടെ കിടന്നോട്ടെ. നമുക്ക് വലിയ ആവശ്യമുള്ള കാര്യമൊന്നുമല്ല. നമുക്ക് ഇതിനെ ആദ്യം എന്ത് ചെയ്യണം? റോ ആയിട്ട് എഴുതണം. ഈ രണ്ട് റോയ്സിനെയും ഇപ്പുറത്ത് എഴുതുക. 2 3 5നെ ഇവിടെ എഴുതി, 1 6 8നെ ഇവിടെ എഴുതി. ഓക്കെ, കുഴപ്പമില്ലല്ലോ. ശരി, അടുത്തത് 4 6 5നെ
ഇവിടെ എഴുതി. 398നെ ഇവിടെ. ഓക്കെ ഓക്കെ 398നെ ഇവിടെ എഴുതി. ഇതിന് ശേഷം സ്ട്രെയിറ്റ് മൾട്ടിപ്ലിക്കേഷൻ. ഇനി മൾട്ടിപ്ലിക്കേഷൻ ഞാൻ എഴുതി കാണിക്കുന്നില്ല, കാരണം അത് ഭയങ്കര വലുതാവും. നമുക്ക് മൈൻഡ് ചെയ്യാൻ പറ്റുമോ നോക്കാം. 2 × 4 8 പ്ലസ് 18 പ്ലസ് 25 എന്ത് വരും? 25ഉം 18ഉം എന്ന് പറയും. 25ഉം 10ഉം 35, 35ഉം 8ഉം 43, 43ഉം 8ഉം 51. ഓക്കെ, നിങ്ങൾ കാൽക്കുലേറ്റർ ചെയ്ത് നോക്കണം കേട്ടോ, എൻ്റെ കാൽക്കുലേറ്റർ ഇല്ലാത്തതുകൊണ്ടാണ്. അടുത്തത് 3ഉം 2ഉം 6, 6ഉം 27ഉം 33, 33ഉം 40ഉം എത്ര വരും? 73. ഓക്കെ, അടുത്തത് 1ഉം 4ഉം 1 4 പ്ലസ് 6 × 6 36, 36 പ്ലസ് 4 അപ്പോൾ 40, 40 പ്ലസ് 40 ഇസ് ഈക്വൽ ടു 80. ഓക്കെ, അടുത്തത് 1 × 3 3 9 6 are 54, 54 പ്ലസ് 3 57, 57 വരും. 57ഉം 64ഉം 57ഉം 64ഉം അപ്പം 121. ഓക്കെ, അപ്പം നമുക്ക് വേണ്ട മെട്രിക്സ് എന്താണ്? 51 73 80 121. ഓക്കെ, ഇതാണ് നമ്മുടെ റിക്വയർഡ് മെട്രിക്സ്. ഓക്കെ, അവസാനത്തെ ഒരു കണക്കൂടെ ചെയ്യാം. ഫൈൻഡ് ബി എ ഇഫ് എ ഇസ് ഈക്വൽ ടു ഇത് ബി ഇസ് ഈക്വൽ. അപ്പം നേരെ ബി എ ആണ് കണ്ടുപിടിക്കേണ്ടത്. ഇത്ര നേരം നമ്മൾ കണ്ടുപിടിച്ചത് എ ബി ആണ്. ബി എ എന്ന് പറഞ്ഞാൽ തിരിച്ച് മൾട്ടിപ്ലൈ ചെയ്യുന്നതാണ് ബി എ. അപ്പം ബിയുടെ റോയും എയുടെ കോളമാണ് എടുക്കേണ്ടത്. ബിയുടെ റോ ഏതൊക്കെയാണ്? 6ഉം 9ഉം 2ഉം 3ഉം. ദേ അത് ഇവിടെ എഴുതിയിട്ടുണ്ട്. 6ഉം 9ഉം ദേ ഇറക്കണം. 2ഉം 3ഉം ഇവിടെ എഴുതണം. ഇനി ഇതിന്റെ എയുടെ എന്തെടുക്കണം? കോളംസ് എടുക്കണം. എയുടെ ഫസ്റ്റ് കോളം 2 7 ഇവിടോട്ട് എഴുതിയിട്ടുണ്ട്. 6 9 ഇവിടോട്ട് എഴുതിയിട്ടുണ്ട്. 0 8 ഇവിടോട്ട് എഴുതിയിട്ടുണ്ട്. ഓക്കെ, ഇനി നേരെ മൾട്ടിപ്ലൈ ചെയ്താൽ മതി. 12ഉം 63ഉം അല്ലേ? 63ഉം 10ഉം 73ഉം 2ഉം 75. ഓക്കെ, അടുത്തത് 36ഉം 81ഉം അല്ലേ? 81ഉം 30ഉം 111ഉം 6ഉം 117. ഓക്കെ, അടുത്തത് 0ഉം 7 8 72 72. ഓക്കെ, 4ഉം 21 73 21ഉം 4ഉം 25. അടുത്തത് 12ഉം 27ഉം 12ഉം 27ഉം എന്ന് പറയുമ്പം 27ഉം 2 29ഉം 10ഉം 39. ശരിയാണോ നോക്കിക്കോണേ. 0ഉം 3 24. ഓക്കെ, അപ്പം അത് കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ കാര്യം മനസ്സിലായി. ഞാൻ വിചാരിക്കുന്നു.